Hi all, welcome to our next class. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിലെ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മൾ അതിൻ്റെ ഇൻട്രൊഡക്ഷൻ പാർട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓപ്പറേറ്റിംഗ് സൈക്കിൾ കൺസെപ്റ്റ് എന്താണെന്നുള്ളതാണ്. അപ്പോൾ അതിന് മുൻപേ എന്തൊക്കെയായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളത് എന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ അതിൽ മീനിങ് എന്താണ് വർക്കിംഗ് ക്യാപിറ്റൽ. ഇപ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദി ക്യാപിറ്റൽ റിക്വയർഡ് ഫോർ ദി ഡേ ടു ഡേ വർക്കിംഗ് ഓഫ് എൻ എൻ്റർപ്രൈസ്. ഒരു സ്ഥാപനത്തിൻ്റെ ഡേ ടു ഡേ ഫങ്ഷനിങ്ങിന് ആവശ്യമായിട്ട് വരുന്ന ഫിനാൻസ് അല്ലെങ്കിൽ ക്യാപിറ്റൽ, അതിനെയാണ് എന്ത് പറയുന്നത്? വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ എന്താണ് അതിൻ്റെ നാച്ചർ അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്നുള്ളത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ കോമ്പോണൻറ്റ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. വർക്കിംഗ് ക്യാപിറ്റലിന് കറണ്ട് അസറ്റും കറണ്ട് ലാബിലിറ്റിയും, അങ്ങനെ രണ്ട് കോമ്പോണൻ്റ് ആണുള്ളത്. ദെൻ കൺസെപ്റ്റ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റലിനകത്ത് ഗ്രോസ് കൺസെപ്റ്റും നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ കൺസെപ്റ്റുമാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ദെൻ ടൈപ്പ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ, ഏതൊക്കെ രീതിയിലുള്ള വർക്കിംഗ് ക്യാപിറ്റലാണ്. ഇപ്പോൾ രണ്ട് ടൈപ്പാണ്, പെർമനൻറ്റ് വർക്കിംഗ് ക്യാപിറ്റലും വേരിയബിൾ വർക്കിംഗ് ക്യാപിറ്റലും. അതിൽ പെർമനൻറ്റ് വർക്കിംഗ് ക്യാപിറ്റലിനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനീഷ്യൽ വർക്കിംഗ് ക്യാപിറ്റൽ, റെഗുലർ വർക്കിംഗ് ക്യാപിറ്റൽ, ദെൻ റിസർവ് മാർജിൻ. ദെൻ വേരിയബിൾ വർക്കിംഗ് ക്യാപിറ്റൽ ആണെങ്കിൽ അതിനെ രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്, സീസണൽ വർക്കിംഗ് ക്യാപിറ്റൽ എന്നും സ്പെഷ്യൽ വർക്കിംഗ് ക്യാപിറ്റൽ എന്നും. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്തൊക്കെയാണ് വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ സിഗ്നിഫിക്കൻസ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ്. ദെൻ ഡേഞ്ചേഴ്സ് ഓഫ് ഇൻആഡിക്വേറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ. ഒരു ഓർഗനൈസേഷന് മതിയായ എത്ര വർക്കിംഗ് ക്യാപിറ്റൽ ഇല്ല, അങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ എന്തൊക്കെയാണ് അവർ ഫേസ് ചെയ്യേണ്ടി വരുന്നത്. ദെൻ ഡേഞ്ചേഴ്സ് ഓഫ് എക്സസീവ് വർക്കിംഗ് ക്യാപിറ്റൽ. ഒരു ഓർഗനൈസേഷന് കൂടുതൽ വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ട്, ഐഡിയലായിട്ട് വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ട്, അങ്ങനെയാണെങ്കിൽ അവർ ഫേസ് ചെയ്യേണ്ടി വരുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓപ്പറേറ്റിംഗ് സൈക്കിൾ കൺസെപ്റ്റ് ആണ്. അപ്പോൾ എന്താണ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ കൺസെപ്റ്റ് എന്നുള്ളത് നോക്കാം. സോ ഇറ്റ് ഈസ് എ ന്യൂ കൺസെപ്റ്റ് വിച്ച് ഈസ് ഗെയിനിങ് മോർ ആൻഡ് മോർ ഇമ്പോർട്ടൻസ് ഇൻ റീസെൻറ്റ് ഇയേഴ്സ് ഈസ് ദി ഓപ്പറേറ്റിംഗ് സൈക്കിൾ കൺസെപ്റ്റ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റലിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നൊരു കൺസെപ്റ്റാണ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ റീസെൻറ്റ് ഇയേഴ്സിന് ഇതിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുന്നുണ്ട്. എന്താണ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ കൺസെപ്റ്റ് അല്ലെങ്കിൽ സർക്കുലർ ഫ്ലോ കൺസെപ്റ്റ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ എന്നുള്ളത് നോക്കാം. ദിസ് കൺസെപ്റ്റ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ഗെയിൻസ് മോർ ആൻഡ് മോർ ഇമ്പോർട്ടൻസ് ഇൻ റീസെൻറ്റ് ഇയേഴ്സ്. Operating cycle refers to the average time elapses between the purchase of raw materials and the final realization of cash. This cycle starts with the purchase of raw materials and other resources and ends with the realization of cash from the sale of finished goods. അതായത് ഈ ഒരു കോൺസെപ്റ്റ് പറയുന്നത് ഒരു ബിസിനസ് ഓപ്പറേഷൻ സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ഡ്യൂറേഷനാണ്. അപ്പോൾ ഒരു ബിസിനസ്സിൻ്റെ ഓപ്പറേറ്റിംഗ് സൈക്കിൾ എന്ന് പറയുന്നത് അതിൻ്റെ റോ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുന്നതിൽ നിന്നും സ്റ്റാർട്ട് ചെയ്തിട്ട് അത് ഫിനിഷ്ഡ് ഗുഡ്സ് ക്യാഷ് ആയിട്ട് റിയലൈസ് ചെയ്യുന്ന സമയത്ത് അവസാനിക്കുന്നു എന്നാണ് പറയുന്നത്. സോ ഓപ്പറേറ്റിംഗ് സൈക്കിൾ റെഫേഴ്സ് ടു ദി ആവറേജ് ടൈം എലാപ്സസ് ബിറ്റ്വീൻ ദി പർച്ചേസ് ഓഫ് റോ മെറ്റീരിയൽസ് ആൻഡ് ദി ഫൈനൽ റിയലൈസേഷൻ ഓഫ് ക്യാഷ്. അപ്പം നമ്മൾ ഓപ്പറേറ്റിംഗ് സൈക്കിൾ എന്ന് പറയുന്നത് ക്യാഷ് പേ ചെയ്തുകൊണ്ട് നമ്മൾ റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുന്നു. ദെൻ ആ റോ മെറ്റീരിയൽസ് പ്രോസസ്സ് ചെയ്ത് ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കി മാറ്റി അതിനെ നമ്മൾ സെയിൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് ക്യാഷ് വീണ്ടും തിരിച്ചു കിട്ടുന്നു. അപ്പോൾ ആ ഒരു ടൈം ഡ്യൂറേഷനെയാണ് ഇവിടെ ഓപ്പറേറ്റിംഗ് സൈക്കിൾ എന്ന് പറയുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കൺസെപ്റ്റാണ്. സോ ക്യാഷ് ഈസ് റിയലൈസ്ഡ് ആൻഡ് ദി സൈക്കിൾ ഈസ് കംപ്ലീറ്റഡ്. ക്യാഷ് റിയലൈസ് ചെയ്തെടുക്കുമ്പോഴാണ് അവിടെ എന്ത് ചെയ്യുന്നത്? ഈ ഒരു സൈക്കിള് അവസാനിക്കുന്നത്. സോ ദിസ് സൈക്കിൾ സ്റ്റാർട്ട്സ് വിത്ത് ദി പർച്ചേസ് ഓഫ് റോ മെറ്റീരിയൽസ്. ഈ സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? റോ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുന്നത് മുതലാണ്. ആൻഡ് അതർ റിസോഴ്സസ് ആൻഡ് എൻഡ്സ് വിത്ത് ദി റിയലൈസേഷൻ ഓഫ് ക്യാഷ് ഫ്രം ദി സെയിൽ ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ്. ആൻഡ് അവസാനിക്കുന്നത് എപ്പോഴാണ്? റിയലൈസേഷൻ ഓഫ് ക്യാഷ് ഫ്രം ദി സെയിൽ ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ്. ഫിനിഷ്ഡ് ഗുഡ്സ് സെയിൽ ചെയ്ത് ക്യാഷ് റിയലൈസ് ചെയ്തെടുക്കുന്ന സമയത്താണ്, അല്ലെങ്കിൽ ക്യാഷ് തിരിച്ച് കിട്ടുന്ന സമയത്താണ് ഈ ഒരു സൈക്കിൾ അവസാനിക്കുന്നത്. This involves purchase of raw materials, its conversion into work in progress, then conversion of work in progress into finished goods, then conversion of finished goods into sales, debtors and receivables, and ultimately into cash. അതായത് ഈ ഒരു ഓപ്പറേറ്റിംഗ് സൈക്കിളിനകത്ത് ഒരുപാട് ആക്ടിവിറ്റീസ് ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ആക്ടിവിറ്റീസ് ഏതൊക്കെയാണെന്നുള്ളതാണ് പറയുന്നത്. ഫസ്റ്റ് പറയുന്നത് പർച്ചേസ് ഓഫ് റോ മെറ്റീരിയൽ. റോ മെറ്റീരിയൽ ആദ്യം എന്ത് ചെയ്യുന്നു? പർച്ചേസ് ചെയ്യുന്നു.
ദെൻ ആ റോ മെറ്റീരിയലിനെ കൺവേർട്ട് ചെയ്ത് വർക്ക് ഇൻ പ്രോഗ്രസ്സിലേക്ക് മാറ്റുന്നു. വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ റോ മെറ്റീരിയലിനെ പ്രോസസ്സ് ചെയ്തിട്ടുണ്ട്, പക്ഷേ അത് ഫിനിഷ്ഡ് ഗുഡ്സ് ആവണമെന്നുണ്ടെങ്കിൽ ഇനിയും അതിൻ്റെ മുകളിൽ ചില പ്രോസസ്സ് കൂടെ നടത്താനുണ്ട്. ആ പൊസിഷനിലുള്ള മെറ്റീരിയൽസിനെയാണ് നമ്മൾ വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറയുന്നത്. കാരണം അവിടെ കംപ്ലീറ്റ് ഫോമിലേക്ക് അത് വന്നിട്ടുമില്ല, പക്ഷേ അത് റോ മെറ്റീരിയലിൽ നിന്നും എന്തൊക്കെയോ പ്രോസസ്സിങ് കഴിഞ്ഞിട്ട് വേറൊരു സ്റ്റേജിലേക്ക് മാറിയിട്ടുണ്ട്. അതിനെയാണ് വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറയുന്നത്. ദെൻ കൺവേർഷൻ ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ് ഇൻ ടു ഫിനിഷ്ഡ് ഗുഡ്സ്. പിന്നീട് ചെയ്യുന്നത് വർക്കിംഗ് പ്രോഗ്രസ്സിനെ ഫിനിഷ്ഡ് ഗുഡ്സിലേക്ക് കൺവേർട്ട് ചെയ്യുക. ദെൻ കൺവേർഷൻ ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ഇൻ ടു സെയിൽസ്. ഫിനിഷ്ഡ് ഗുഡ്സിനെ സെയിൽ ചെയ്യാം. ഇപ്പോൾ സെയിൽ ചെയ്യുന്ന സമയത്ത് അത് റെഡി ക്യാഷിനല്ല എന്നുണ്ടെങ്കിൽ അവിടെ ഡെപ്റ്റേഴ്സോ റിസീവബിൾസോ ആയിട്ടുള്ള അസറ്റ്സുകൾ എറൈസ് ചെയ്യും. ദെൻ അതൊരു ടൈമിന് ശേഷം എന്താവും, ക്യാഷിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടും. അപ്പോൾ ഇത്രയും ആക്ടിവിറ്റീസാണ് ഒരു ഓപ്പറേറ്റിംഗ് സൈക്കിളിനകത്ത് വരുന്നത്. അപ്പോൾ അതെന്താണെന്നുള്ളത് ഒന്നും കൂടി ശ്രദ്ധിക്കുക. കൺവേർഷൻ ഓഫ് ക്യാഷ് ഇൻ ടു റോ മെറ്റീരിയൽസ്, ദെൻ കൺവേർഷൻ ഓഫ് റോ മെറ്റീരിയൽസ് ഇൻ ടു വർക്ക് ഇൻ പ്രോഗ്രസ്, ദെൻ കൺവേർഷൻ ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ് ഇൻ ടു ഫിനിഷ്ഡ് ഗുഡ്സ്, ദെൻ കൺവേർഷൻ ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ഇൻ ടു അക്കൗണ്ട്സ് റെസീവബിൾസ്, ഇറ്റ് മീൻസ് ഡെപ്റ്റേഴ്സ് ആൻഡ് ബിൽസ് റെസീവബിൾസ്, ദെൻ ലാസ്റ്റ് കൺവേർഷൻ ഓഫ് അക്കൗണ്ട് റെസീവബിൾ ഇൻ ടു ക്യാഷ്. അപ്പോൾ ഇത്രയും ആക്ടിവിറ്റീസാണ് ഒരു ഓപ്പറേഷൻ സൈക്കിളിനകത്ത് വരുന്നത്. ഓപ്പറേറ്റിംഗ് സൈക്കിൾ എന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത് ഈ ഓരോ സ്റ്റേജും കംപ്ലീറ്റ് ചെയ്ത് അവസാനം അത് ക്യാഷിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടാൻ എടുക്കുന്ന ടോട്ടൽ ടൈം പീരീഡിനെയാണ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഒരുപാട് ആക്ടിവിറ്റീസ് പറഞ്ഞു. അപ്പോൾ അതിൽ റോ മെറ്റീരിയൽസ് പ്രൊഡക്ഷൻ നടത്തി ഫിനിഷ്ഡ് ഗുഡ്സിലേക്ക് മാറ്റി അതിനെ സെയിൽ ചെയ്ത് ഡെപ്റ്റേഴ്സ് അല്ലെങ്കിൽ റിസീവബിൾസോ ആക്കി പിന്നീട് അതിനെ ക്യാഷിലേക്ക് മാറ്റി. ഇങ്ങനെ ചെയ്യാൻ ഒരു സ്ഥാപനത്തിന് 2 മാസമാണ് വേണ്ടി വരുന്നത്. മീൻസ് അവർ റോ മെറ്റീരിയൽ പർച്ചേസ് ചെയ്തത് മുതൽ 2 മാസം കഴിഞ്ഞാലാണ് അവർക്ക് ക്യാഷ് കിട്ടുന്നത്. അപ്പോൾ ആ 2 മന്താണ് ഈ ഒരു കേസിനകത്ത് അതിൻ്റെ ഓപ്പറേറ്റിംഗ് സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്നതാണ്. ദിസ് പ്രോസസ് കണ്ടിന്യൂസ് എഗെയിൻ ഫ്രം ക്യാഷ് ടു പർച്ചേസ് ഓഫ് റോ മെറ്റീരിയൽസ് ആൻഡ് സോ ഓൺ. ദി സ്പീഡ് ഓർ ഡ്യൂറേഷൻ ഓഫ് ടൈം റിക്വയർഡ് ടു കംപ്ലീറ്റ് വൺ സൈക്കിൾ ഡിറ്റർമിൻസ് ദി റിക്വയർമെൻറ്റ്സ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. അപ്പോൾ നമുക്ക് വേണ്ടി വരുന്ന ഈ ഒരു ടൈം പീരീഡ്, അതായത് റോ മെറ്റീരിയലിൽ നിന്നും ക്യാഷിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വരുന്ന ആ ഒരു ടൈം പീരീഡ്, ആ ലെങ്തിനനുസരിച്ചാണ് അവിടെ നമ്മളുടെ വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ റിക്വയർമെൻറ്റ്സ് ഡിറ്റർമിൻ ചെയ്യുന്നത്. അപ്പം ഇഫ് ദി പീരീഡ് ഓഫ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ ഈസ് ലോങ്, നമ്മളുടെ ഓപ്പറേറ്റിംഗ് സൈക്കിൾ ലോങ് ആണെങ്കിൽ ലാർജർ വിൽ ബി ദി വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ്. അവിടെ നമ്മളുടെ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും, കൂടുതലായിരിക്കും. കാരണം ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന എക്സാമ്പിളിനകത്ത് ആ സ്ഥാപനത്തിന് 2 മന്താണ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ ഡ്യൂറേഷൻ വരുന്നത്. അപ്പോൾ അവർക്ക് 2 മാസം കഴിഞ്ഞാലാണ് ക്യാഷ് കിട്ടൂ. അപ്പോൾ ഈ 2 മാസത്തേക്ക് അവർക്ക് ആവശ്യമായിട്ടുള്ള വർക്കിംഗ് ക്യാപിറ്റൽ അവർ കയ്യിൽ കരുതിയിട്ടുണ്ടായിരിക്കണം. If the period of operating cycle is short, lesser will be the working capital requirements. അപ്പം ഈ ഒരു ഓപ്പറേറ്റിംഗ് സൈക്കിളിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ഷോർട്ട് ആണെങ്കിൽ അവിടെ ആവശ്യമായിട്ട് വരുന്ന വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് എന്തായിരിക്കും, വളരെ കുറച്ചായിരിക്കും. കാരണം ഇത്തരം സിറ്റുവേഷനിൽ വളരെ പെട്ടെന്ന് തന്നെ റോ മെറ്റീരിയൽസിനെ ക്യാഷിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടും. നെക്സ്റ്റ് നമ്മൾ ഈ ഒരു വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിളിൻ്റെ ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷനാണ് നോക്കുന്നത്. അപ്പോൾ അതിൽ ക്യാഷിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ക്യാഷിൽ എൻഡ് ചെയ്യുന്ന ആ ഒരു ആക്ടിവിറ്റീസിനെയാണ് കാണിക്കുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് ക്യാഷിനെ റോ മെറ്റീരിയലിലേക്ക് കൺവേർട്ട് ചെയ്യുക, കൺവേർഷൻ ഓഫ് ക്യാഷ് ഇൻ ടു റോ മെറ്റീരിയൽ. ദെൻ നെക്സ്റ്റ് കൺവേർഷൻ ഓഫ് റോ മെറ്റീരിയൽസ് ഇൻ ടു വർക്ക് ഇൻ പ്രോഗ്രസ്, റോ മെറ്റീരിയലിനെ വർക്ക് ഇൻ പ്രോഗ്രസ്സിലേക്ക് കൺവേർട്ട് ചെയ്യുക. ദെൻ കൺവേർഷൻ ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ് ഇൻ ടു ഫിനിഷ്ഡ് ഗുഡ്സ്, വർക്ക് ഇൻ പ്രോഗ്രസ്സിനെ ഫിനിഷ്ഡ് ഗുഡ്സിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. ദെൻ കൺവേർഷൻ ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ഇൻ ടു അക്കൗണ്ട് റെസീവബിൾസ് ത്രൂ ബൈ സെയിൽസ് ആണ്. അപ്പോൾ അവിടെ സെയിൽസ് നടത്തിയിട്ട് അവർ എന്ത് ചെയ്യുന്നു, ഡെപ്റ്റേഴ്സോ ബിൽസ് റെസീവബിളിലേക്കോ കൺവേർട്ട് ചെയ്യുന്നു, സെയിൽസിനെ കൺവേർട്ട് ചെയ്യുന്നു. ദെൻ കൺവേർഷൻ ഓഫ് അക്കൗണ്ട് റെസീവബിൾസ് ഇൻ ടു ക്യാഷ്. സോ അപ്പോൾ ഇതാണ് വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിളിൻ്റെ ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ. അപ്പം ഈ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് ഇത് റിപ്പീറ്റ് ചെയ്ത് നടക്കും. ദി സൈക്കിൾ ഈസ് റിപ്പീറ്റഡ് എഗെയിൻ ആൻഡ് എഗെയിൻ ഡ്യൂറിങ് എ ഇയർ. അപ്പോൾ നോർമലി ഒരു ഫിനാൻഷ്യൽ ഇയർ അല്ലെങ്കിൽ ഒരു വർഷ കാലയളവിൽ എത്ര ഓപ്പറേറ്റിംഗ് സൈക്കിൾ ഒക്കർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നോക്കുക. അപ്പോൾ അത് പല ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. സോ നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിറ്റർമിനൻസ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ അല്ലെങ്കിൽ ഫാക്ടേഴ്സ് ഡിറ്റർമിനിങ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ് ആണ്. സോ ഏതൊക്കെ ഫാക്ടേഴ്സാണ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ് ഡിറ്റർമിൻ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിൽ ഫസ്റ്റ് പറയുന്നത് നാച്ചർ ഓഫ് ബിസിനസ്.
ബിസിനസ്സിൻ്റെ നാച്ചുർ എന്താണോ അത് വർക്കിംഗ് ക്യാപിറ്റലിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ മാനുഫാക്ചറിങ് കൺസേൺസ് അല്ലെങ്കിൽ ട്രേഡിംഗ് കൺസേൺസ് ആണെങ്കിൽ അവർക്ക് കൂടുതൽ എമൗണ്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ വേണം. അതുകൊണ്ട് തന്നെ അവർ കൂടുതൽ ഇൻവെൻട്രീസിൽ ഡെപ്റ്റേഴ്സിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണം. ദി മാനുഫാക്ചറിങ് ഓർ ട്രേഡിംഗ് കൺസേൺസ് റിക്വയർ മോർ എമൗണ്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ബിക്കോസ് ദേ ഹാവ് ടു ഇൻവെസ്റ്റ് ഹെവിലി ഇൻ ഇൻവെൻട്രീസ് ആൻഡ് ഡെപ്റ്റേഴ്സ്. പിന്നെ പബ്ലിക് യൂട്ടിലിറ്റീസ്, അതായത് ട്രാൻസ്പോർട്ട്, ഇലക്ട്രിസിറ്റി അങ്ങനെയൊക്കെ ആണെങ്കിൽ മോസ്റ്റ് ഓഫ് ദി ട്രാൻസാക്ഷൻസ് ആർ ഓൺ ക്യാഷ് ബേസിസ്. അവിടെയൊക്കെ ക്യാഷ് ബേസിസിലാണ് ട്രാൻസാക്ഷൻസ് നടക്കുന്നത്. സോ ദീസ് കൺസേൺസ് ഡു നോട്ട് റിക്വയർ ലാർജ് ഇൻവെൻട്രീസ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് എന്തിൻ്റെ ആവശ്യമില്ല, ഒരുപാട് ഇൻവെൻട്രീസ് കീപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. ഹെൻസ് ദേ റിക്വയർ ലെസ് എമൗണ്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. അതുകൊണ്ട് അവർക്ക് വളരെ കുറഞ്ഞ എമൗണ്ട് വർക്കിംഗ് ക്യാപിറ്റൽ മതിയാവും. നെക്സ്റ്റ് പറയുന്നത് പ്രൊഡക്ഷൻ സൈക്കിളാണ്. So it simply refers to the time required to manufacture a product. ഒരു പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്യാനുള്ള ടൈം, ആ ഡ്യൂറേഷനെയാണ് നമ്മൾ പ്രൊഡക്ഷൻ സൈക്കിൾ എന്ന് പറയുന്നത്. ഇറ്റ് കവേഴ്സ് ദി ടൈം സ്പാൻ ബിറ്റ്വീൻ ദി പ്രൊക്യൂർമെൻറ്റ് ഓഫ് മെറ്റീരിയൽ ആൻഡ് പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ്. അപ്പോൾ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുകയും മെറ്റീരിയൽ റിക്വയർ ചെയ്യുക, മീൻസ് പ്രൊക്യൂർമെൻറ്റ് ഓഫ് മെറ്റീരിയൽ നമ്മൾ പർച്ചേസ് ചെയ്യുകയും ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യാൻ എടുക്കുന്ന ആ ഒരു ടൈം സ്പാൻ അല്ലെങ്കിൽ ടൈം പീരീഡിനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ദസ് ടൈം ഇൻവോൾവ്ഡ് ഇൻ ദി മാനുഫാക്ചറിങ് പ്രോസസ് ഈസ് കോൾഡ് പ്രൊഡക്ഷൻ സൈക്കിൾ. അപ്പോൾ മാനുഫാക്ചറിങ് പ്രോസസ്സിൽ എടുക്കുന്ന ആ ഒരു ടൈം പീരീഡിനെയാണ് പ്രൊഡക്ഷൻ സൈക്കിൾ എന്ന് പറയുന്നത്. ദി ലോങ്ങർ ദി പ്രൊഡക്ഷൻ സൈക്കിൾ ദി ലാർജർ വിൽ ബി ദി റിക്വയർമെൻറ്റ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. അപ്പോൾ ഈ ഒരു പ്രൊഡക്ഷൻ സൈക്കിൾ ലെങ്തി ആണെങ്കിൽ, അതായത് അവിടെ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ക്യാഷ് പുറത്തേക്ക് പോകും, മീൻസ് ക്യാഷ് ഔട്ട്ലേയാണ് വരുന്നത്. ഇനി ആ മെറ്റീരിയൽസ് നമ്മൾ പ്രോസസ്സ് ചെയ്ത് അതിനെ ഗുഡ്സ് ആക്കി മാറ്റി വിൽക്കുന്ന സമയത്താണ് ക്യാഷ് ഇൻഫ്ലോ ലഭിക്കുന്നത്. അപ്പോൾ ആ ഒരു ടൈം ഗ്യാപ്പ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണെങ്കിൽ അവിടെ വളരെ കൂടുതലായിട്ടുള്ള വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ റിക്വയർമെൻറ്റ്സ് വരുന്നുണ്ട്. നെക്സ്റ്റ് പറയുന്നത് സൈസ് ഓഫ് ബിസിനസ്. സൈസ് ഓഫ് ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബിസിനസ് കൺസേണിൻ്റെ സൈസാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ലാർജ് ബിസിനസ് കൺസേൺസ് ആർ റിക്വയർഡ് ടു മെയിൻറ്റെയിൻ ഹ്യൂജ് ഇൻവെൻട്രീസ്. അപ്പോൾ ലാർജ് ബിസിനസ് കൺസേൺസ് ആണെങ്കിൽ അവർ കൂടുതൽ ഇൻവെൻട്രീസ് കീപ്പ് ചെയ്യണം. സോ ബിഗ്ഗർ ദി സൈസ് ദി ലാർജർ വിൽ ബി ദി വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർഡ്. അപ്പോൾ വലിയ സ്ഥാപനങ്ങളാണെങ്കിൽ അവർക്ക് കൂടുതൽ എമൗണ്ട് വർക്കിംഗ് ക്യാപിറ്റൽ വേണം. ദെൻ വളരെ സ്മോൾ ആണെങ്കിൽ അവർക്ക് വളരെ കുറച്ച് മാത്രം വർക്കിംഗ് ക്യാപിറ്റൽ മതിയാവും. നെക്സ്റ്റ് ടേൺ ഓവർ ആണ്. ടേൺ ഓവർ എന്നുള്ളത് കൊണ്ട് മീൻ ചെയ്യുന്നത് ദി സ്പീഡ് വിത്ത് വിച്ച് ദി വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് റിക്കവേർഡ് ബൈ ദി സെയിൽ ഓഫ് ഗുഡ്സ്. ഗുഡ്സ് സെയിൽ ചെയ്തിട്ട് ക്യാപിറ്റൽ റിക്കവേർഡ് ചെയ്യുന്ന ആ ഒരു ടൈം സ്പീഡിനെയാണ് നമ്മൾ ടേൺ ഓവർ എന്നുള്ളത് കൊണ്ട് മീൻ ചെയ്യുന്നത്. അപ്പം ഹൈ ടേൺ ഓവർ ആണെങ്കിൽ, ഹൈ ടേൺ ഓവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് സെയിൽസ് നടക്കുന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ റിക്വയർ ലെസ് എമൗണ്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. അവിടെ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ് എന്ന് പറയുന്നത് ലെസ് എമൗണ്ട് ആണ്. കാരണം നമുക്ക് പെട്ടെന്ന് തന്നെ എന്തിലേക്ക് മാറ്റാൻ പറ്റുന്നുണ്ട്, സെയിൽസിനെ ക്യാഷിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് അവിടെ കുറഞ്ഞ എമൗണ്ട് വർക്കിംഗ് ക്യാപിറ്റലാണ് ആവശ്യമായിട്ട് വരുന്നത്. ദെൻ ഫോർ എക്സാമ്പിൾ എ ഹോട്ടൽ വിച്ച് എഫക്റ്റ് ക്വിക്ക് സെയിൽസ് നീഡ് കമ്പാരിറ്റീവ്ലി ലോ വർക്കിംഗ് ക്യാപിറ്റൽ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുന്നത് ഹോട്ടലിൻ്റെ കേസാണ്. ഹോട്ടലിൽ സെയിൽസ് വളരെ പെട്ടെന്ന് നടക്കുന്നതുകൊണ്ട് തന്നെ അവർക്ക് കമ്പാരിറ്റീവ്ലി ലോ വർക്കിംഗ് ക്യാപിറ്റൽ മതിയാവും. ബട്ട് ഇഫ് ദി സെയിൽസ് ആർ സ്ലോ മോർ വർക്കിംഗ് ക്യാപിറ്റൽ വിൽ ബി റിക്വയർഡ്. പക്ഷേ സെയിൽസ് നടക്കുന്നത് സ്ലോ ആണ്, കൂടുതൽ എമൗണ്ട് വർക്കിംഗ് ക്യാപിറ്റൽ വേണമെന്നാണ് പറയുന്നത്. കാരണം അവിടെ സെയിൽസ് വളരെ കുറവാണ് നടക്കുന്നത്. അപ്പം അവിടെ സ്പീഡ് കുറവാണ്, സെയിൽസ് കണ്ടക്ട് ചെയ്യുന്ന സ്പീഡ് കുറവാണ്. അപ്പം സെയിൽസ് നടന്നാലേ ക്യാഷ് ഉണ്ടാവൂ, ക്യാഷ് ഉണ്ടായാലേ വർക്കിംഗ് ക്യാപിറ്റൽ ഓർഗനൈസേഷൻ ഉണ്ടാവുന്നത്. അപ്പം ആ സെയിൽസിൻ്റെ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ സെയിൽസ് നടക്കുന്ന സ്പീഡ് കുറവായതുകൊണ്ട് തന്നെ അവിടെ കൂടുതൽ വർക്കിംഗ് ക്യാപിറ്റൽ വേണമെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ടേംസ് ഓഫ് ട്രേഡ്. അപ്പോൾ ടേംസ് ഓഫ് ട്രേഡിൻ്റെ ബേസിൽ കൺസേൺ വിച്ച് പർച്ചേസ് ഓൺ ക്രെഡിറ്റ് ആൻഡ് സെൽസ് ഓൺ ക്യാഷ് വിൽ റിക്വയർ ലെസ് എമൗണ്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. അപ്പം ഇവിടെ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ് നോക്കുന്ന സമയത്ത് ഈ ഫേം ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്നത് ക്രെഡിറ്റിലാണ്, പക്ഷേ അത് സെല്ല് ചെയ്യുന്നത് ക്യാഷിലാണെങ്കിൽ അവർക്ക് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ് കുറവ് മതി എന്നാണ് പറയുന്നത്. കാരണം നമ്മളിപ്പോൾ ഒരു പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്യാനുള്ള മെറ്റീരിയൽസ് കടമായിട്ടാണ് വാങ്ങുന്നത്. ആ എമൗണ്ട് നമ്മളൊരു 3 മാസം കൊണ്ട് കൊടുത്താൽ മതി. അപ്പം 3 മാസത്തെ ഗ്യാപ്പ് നമുക്കുണ്ട്. പക്ഷെ നമ്മൾ ഈ പ്രോഡക്റ്റ് സെല്ല് ചെയ്ത സമയത്ത് നമുക്ക് ഇമ്മീഡിയറ്റ്ലി ക്യാഷ് കിട്ടുന്നുണ്ടെങ്കിൽ, കടം കൊടുക്കുന്നത് 3 മാസത്തിന് ശേഷമാണ്, നമ്മളുടെ കയ്യിൽ നിന്ന് ഔട്ട്ലേ പോകുന്നത് 3 മാസം കഴിഞ്ഞിട്ടാണ്. പക്ഷെ നമുക്ക് ക്യാഷ് പെട്ടെന്ന് വരുന്നത് കൊണ്ട് തന്നെ അവിടെ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ലെസ് എമൗണ്ട് ആയിരിക്കും. ദെൻ ഇഫ് എ കൺസേൺ ബൈസ് എവറിത്തിങ് ഓൺ ക്യാഷ് ആൻഡ് സെൽസ് ഓൺ ക്രെഡിറ്റ് ഇറ്റ് വിൽ നീഡ് എ ലാർജ് എമൗണ്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. നേരെ മറിച്ച് ഈ കൺസേൺസ് എല്ലാ കാര്യങ്ങളും വാങ്ങുന്നത് ക്യാഷ് കൊടുത്തിട്ടും പക്ഷേ സെയിൽസ് നടത്തുന്നത് ക്രെഡിറ്റിനുമാണെങ്കിൽ അവിടെ ലാർജ് എമൗണ്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യമാണ്.
അപ്പം ഈ ഒരു ഫേം ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന എക്സാമ്പിൾ തന്നെ എടുക്കുകയാണ്. നമ്മൾ എല്ലാ സാധനങ്ങളും ക്യാഷ് കൊടുത്തിട്ട് വാങ്ങിക്കുന്നു, പക്ഷേ പ്രോഡക്റ്റ് സെല് ചെയ്യുന്നത് ക്രെഡിറ്റിനാണെങ്കിൽ അവിടെ നമുക്ക് അവർ 3 മാസം കഴിഞ്ഞിട്ടാണ് എമൗണ്ട് തരൂ എന്നുണ്ടെങ്കിൽ നമുക്ക് 3 മാസ കാലത്തേക്ക് വേണ്ട ക്യാഷ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ ആ സിറ്റുവേഷനിൽ ഇറ്റ് വിൽ നീഡ് എ ലാർജ് എമൗണ്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. നെക്സ്റ്റ് പറയുന്നത് ബിസിനസ് സൈക്കിൾ ഫ്ലക്ച്വേഷൻസ്, ബിസിനസ് സൈക്കിളിൽ വരുന്ന വേരിയേഷൻസ്. അപ്പം ബിസിനസ് സൈക്കിൾ ഫ്ലക്ച്വേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ്സിന് ഒരുപാട് ഫേസസ് ഉണ്ട്. ബിസിനസ്സിൻ്റെ സൈക്കിള് ബൂം, ഡിപ്രഷൻ, റിസഷൻ, റിക്കവറി എന്നുള്ളതൊക്കെ. അപ്പം ഈ ഒരു ഫേസും വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഡ്യൂറിങ് ദി പീരീഡ് ഓഫ് ബൂം പീരീഡ് ആണെങ്കിൽ ദർ ഈസ് എ നീഡ് ഫോർ ലാർജ് എമൗണ്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. അപ്പോൾ ബൂം പീരീഡ് ആണെങ്കിൽ അവിടെ ലാർജ് എമൗണ്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ് ഉണ്ട്. ദെൻ ദിസ് ഈസ് ഡ്യൂ ടു ഇൻക്രീസ് ഇൻ സെയിൽസ്, റൈസ് ഇൻ പ്രൈസ് എക്സെട്ര. അപ്പോൾ അവിടെ കൂടുതൽ വർക്കിംഗ് ക്യാപിറ്റൽ വേണമെന്ന് പറയുന്നത് സെയിൽസ് ഇൻക്രീസ് ചെയ്യുന്നതുകൊണ്ട് പ്രൈസ് കൂടുന്നതുകൊണ്ടൊക്കെയാണ്. ഇൻ ടൈംസ് ഓഫ് ഡിപ്രഷൻ്റെ സമയത്താണെങ്കിൽ ദി ബിസിനസ് കോൺട്രാക്ട്സ്. As a result, sales decline, difficulties arise in collection from debtors, etc. അപ്പം ഇവിടെ ഡിപ്രഷൻ സ്റ്റേജ് ആകുന്ന സമയത്ത് ബിസിനസ് ചുരുങ്ങുകയാണ് ചെയ്യുക. അപ്പോൾ ആ സമയത്ത് സെയിൽസ് ഡിക്ലൈൻ ചെയ്യും. ദെൻ ഡെപ്റ്റേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ക്യാഷ് കിട്ടാനുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. അപ്പം അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഫേംസ് മേ ഹാവ് ലാർജ് എമൗണ്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. ഇപ്പോൾ ഫേമിൻ്റെ കയ്യിൽ കൂടുതൽ വർക്കിംഗ് ക്യാപിറ്റൽ ഐഡിലായിട്ട് ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഫേംസ് മേ ഹാവ് ലാർജ് എമൗണ്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ലൈങ് ഐഡിൽ. അപ്പോൾ അവരുടെ കയ്യിൽ ഐഡിലായിട്ടുള്ള ഫണ്ട് ഉണ്ടാവും എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് nature and value of the product. If the cost of raw material is a larger proportion of the total cost of the finished product, working capital required will be large. നെക്സ്റ്റ് പറയുന്നത് സീസണൽ ഫ്ലക്ച്വേഷൻസ് ആണ്. ഇപ്പോൾ ചില ഇൻഡസ്ട്രീസിൽ മാനുഫാക്ചറിങ് നടക്കുന്നത് സീസൺ ബേസ് ആയിരിക്കും. സോ അങ്ങനെയുള്ള കൺസേൺ ആണെങ്കിൽ ആ സീസണിൽ അവർക്ക് കൂടുതൽ വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യമായിട്ട് വരും. സോ സർട്ടൻ ഇൻഡസ്ട്രീസ് മാനുഫാക്ചർ ആൻഡ് സെൽസ് ഗുഡ്സ് ഓൺലി ഡ്യൂറിങ് സർട്ടൻ സീസൺസ്. സച്ച് എസ് കൺസേൺ റിക്വയർ ലാർജ് എമൗണ്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ഡ്യൂറിങ് ദി സീസൺ. നെക്സ്റ്റ് പറയുന്നത് യൂസ് ഓഫ് മാനുവൽ ലേബർ ഓർ മെഷീൻസും ലേബേഴ്സിനെയും യൂസ് ചെയ്യുന്ന സിറ്റുവേഷനിൽ ഇൻ ലേബർ ഇൻറ്റൻസീവ്, അവിടെ ലേബർ ഓറിയൻറ്റഡ് ആണെങ്കിൽ ഇൻഡസ്ട്രീസ് ലാർജർ എമൗണ്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ വിൽ ബി നീഡഡ്. അപ്പോൾ അവർക്ക് കൂടുതൽ വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യമാണ്. ഏതിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇൻ ദി മെക്കാനിസ്ഡ് ഇൻഡസ്ട്രീസ്. അപ്പോൾ മെക്കാനിസ്ഡ് ഇൻഡസ്ട്രീസിനേക്കാൾ കൂടുതൽ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ് വരുന്നത് മാനുവൽ ലേബറിനെ കീപ്പ് ചെയ്യുന്ന ഓർഗനൈസേഷൻസ് ആണ്. നെക്സ്റ്റ് ലാസ്റ്റ് പറഞ്ഞിരിക്കുന്നത് ഗ്രോത്ത് ആൻഡ് എക്സ്പാൻഷൻ ഓഫ് ബിസിനസ്സിൻ്റെ ഗ്രോത്തും എക്സ്പാൻഷനും എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. എ ഗ്രോയിങ് കൺസേൺ നീഡ്സ് മോർ വർക്കിംഗ് ക്യാപിറ്റൽ ടു ഫിനാൻസ് ഇറ്റ്സ് ഇൻക്രീസിങ് ആക്ടിവിറ്റീസ് ആൻഡ് എക്സ്പാൻഷൻസ്. അപ്പോൾ ഒരു ഗ്രോയിങ് കൺസേൺ ആണെങ്കിൽ, വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കൺസേൺ ആണെങ്കിൽ അവർക്ക് വർക്കിംഗ് ക്യാപിറ്റൽ കൂടുതലായിട്ട് വേണം. കാരണം അവരുടെ ആക്ടിവിറ്റീസും ഇൻക്രീസ് ചെയ്യാനും അതേപോലെ തന്നെ എക്സിസ്റ്റിംഗ് ബിസിനസ്സിനെ എക്സ്പാൻഡ് ചെയ്യാനും വേണ്ടിയിട്ട്. ബട്ട് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ് ആർ ലോ ഇൻ കേസ് ഓഫ് സ്റ്റാറ്റിക് കൺസേൺസ്. പക്ഷേ ആ ഒരു സ്ഥാപനം സ്റ്റേബിളായി അവർ നിലനിൽക്കുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ഒരു എക്സ്റ്റാബ്ലിഷ്ഡ് സ്ഥാപനമാണെങ്കിൽ അവർക്ക് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ് എന്ന് പറയുന്നത് ഗ്രോയിങ് കൺസേണിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് വളരെ കുറവായിരിക്കും. അപ്പോൾ ഇത്രയും ഫാക്ടേഴ്സാണ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സിനെ എഫക്റ്റ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് ഹെഡിങ് എന്ന് പറയുന്നത് ഹാർഡ് കോർ വർക്കിംഗ് ക്യാപിറ്റൽ അല്ലെങ്കിൽ കോർ കറണ്ട് അസെറ്റ് ആണ്. അപ്പോൾ ഹാർഡ് കോർ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ടൈമും കീപ്പ് ചെയ്യേണ്ട മിനിമം എമൗണ്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റലാണ്. സോ ഹാർഡ് കോർ വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് ദി പെർമനൻറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ വിച്ച് ഈസ് റിക്വയർഡ് ടു പ്രൊഡ്യൂസ് ഗുഡ്സ് ആൻഡ് സർവീസസ് നെസസറി ടു സാറ്റിസ്ഫൈ ദെയർ ഡിമാൻഡ് അറ്റ് ദി ലോവസ്റ്റ് പോയിൻറ്റ്. ഇറ്റ് ഈസ് ദി മിനിമം എമൗണ്ട് ഓഫ് കറണ്ട് അസെറ്റ് ദാറ്റ് മസ്റ്റ് ബി കെപ്റ്റ് അറ്റ് ഓൾ ടൈംസ്. അപ്പോൾ ഒരു മിനിമം എമൗണ്ട് ബിസിനസ് സ്ഥാപനത്തിൻ്റെ ആക്ടിവിറ്റീസ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മിനിമം എമൗണ്ട് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റിൻ കറണ്ട് അസെറ്റ്സിനെയാണ് നമ്മൾ ഇവിടെ ഹാർഡ് കോർ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. സോ ദി എമൗണ്ട് ഓഫ് ഹാർഡ് കോർ വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് ഡിറ്റർമിൻഡ് ബൈ ടേക്കിംഗ് ഇൻ ടു കൺസിഡറേഷൻ ദി സെയിൽസ് ഓർ പ്രൊഡക്ഷൻ പോളിസീസ്, ടെക്നോളജി, ഫിനാൻഷ്യൽ പോളിസീസ് ഓഫ് ദി ഫേം എക്സെട്ര. അപ്പം ഈ ഒരു എമൗണ്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഓരോ ഓർഗനൈസേഷനും ഡിഫറെൻ്റ് ആയിരിക്കും. കാരണം അവരുടെ ബിസിനസ്സിൻ്റെ നാച്ചർ, അവർ കണ്ടക്ട് ചെയ്യുന്ന സെയിൽസ്, ദെൻ പ്രൊഡക്ഷൻ പോളിസീസ്, ടെക്നോളജി, ഫിനാൻഷ്യൽ പോളിസി അതിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ എമൗണ്ട് ഓഫ് ഹാർഡ് കോർ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഇത്രയും ഫാക്ടേഴ്സ് ഡിറ്റർമിൻ ചെയ്തിട്ടുള്ളതായിരിക്കും. സോ ദി മിനിമം കറണ്ട് അസെറ്റ് ദാറ്റ് മസ്റ്റ് ബി കെപ്റ്റ് അറ്റ് ഓൾ ടൈം ഈസ് കോൾഡ് കോർ കറണ്ട് അസെറ്റ്. അപ്പോൾ കോർ കറണ്ട് അസെറ്റ് അല്ലെങ്കിൽ ഹാർഡ് കോർ വർക്കിംഗ് ക്യാപിറ്റൽ എന്നുള്ളതുകൊണ്ട് മീൻ ചെയ്യുന്നത് ഇതാണ്. അപ്പോൾ ഈ ഒരു ടേം ഫസ്റ്റ് യൂസ് ചെയ്തിരിക്കുന്നത് ടാഡ് ആൻഡ് കമ്മിറ്റി റിപ്പോർട്ടിലാണ്. 1974 ടാഡ് ആൻഡ് കമ്മിറ്റി റിപ്പോർട്ടിനകത്താണ്.
നെക്സ്റ്റ് പറയുന്നത് മാനേജ്മെൻറ്റ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ആണ്. അപ്പം വർക്കിംഗ് ക്യാപിറ്റൽ എന്താണെന്നുള്ളത് നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഓർഗനൈസേഷന് എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് വർക്കിംഗ് ക്യാപിറ്റൽ അത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. സോ ഈ ഒരു ക്യാപിറ്റലിൻ്റെ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ പ്രോപ്പർ മാനേജ്മെൻറ്റ് ഈസ് നീഡഡ് ഫോർ വർക്കിംഗ് ക്യാപിറ്റൽ. ഇപ്പോൾ വർക്കിംഗ് ക്യാപിറ്റലിനൊരു പ്രോപ്പറായിട്ടുള്ള മാനേജ്മെൻറ്റ് ഉണ്ടായിരിക്കണം. ദെൻ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് സിംപ്ലി റെഫേഴ്സ് ടു മാനേജ്മെൻറ്റ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. അപ്പോൾ ഇത് മീൻ ചെയ്യുന്നത് എന്താണ്? സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മാനേജ്മെൻറ്റ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ആണ്. സോ ഇറ്റ് ഈസ് ദി മാനേജ്മെൻറ്റ് ഓഫ് കറണ്ട് അസറ്റ് ആൻഡ് കറണ്ട് ലാബിലിറ്റീസ്. അപ്പോൾ അതിനെ നമുക്ക് മാനേജ്മെൻറ്റ് ഓഫ് കറണ്ട് അസറ്റ് ആൻഡ് കറണ്ട് ലാബിലിറ്റീസ് എന്ന് പറയാം. According to Smith, working capital management is concerned with the problems that arise in attempting to manage the current assets, current liabilities and the interrelationship that exists between them. അപ്പോൾ ഇവിടെ സ്മിത്തിൻ്റെ അഭിപ്രായത്തിൽ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് ദി പ്രോബ്ലംസ് ദാറ്റ് എറൈസ് ഇൻ അറ്റംപ്റ്റിംഗ് ടു മാനേജ് ദി കറണ്ട് അസറ്റ് ആൻഡ് കറണ്ട് ലാബിലിറ്റീസ്. നമ്മൾ കറണ്ട് അസറ്റും കറണ്ട് ലാബിലിറ്റീസും മാനേജ് ചെയ്യുന്ന സമയത്ത് എറൈസ് ചെയ്യുന്ന പ്രോബ്ലംസിനെ മാനേജ് ചെയ്യാനുള്ള ഒരു അറ്റംപ്റ്റ്, അതായിട്ടാണ് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റിനെ മീൻ ചെയ്തിരിക്കുന്നത്. വർക്കിംഗ് ക്യാപിറ്റലിനെ മാനേജ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്റ്റാണ്. കാരണം ഒരു ഓർഗനൈസേഷൻ്റെ 15 to 70% എന്ന് പറയുന്നതും കറണ്ട് അസറ്റ്സിനകത്തായിരിക്കും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെ ഇവിടെ മാനേജ്മെൻറ്റ് ഓഫ് കറണ്ട് അസറ്റ് എന്ന് പറയുന്നത് പ്രോപ്പർ അറ്റൻഷൻ സീക്ക് ചെയ്യുന്ന ഒരു ഏരിയയാണ്. ദെൻ ഫിക്സഡ് അസറ്റ് നമുക്ക് ലീസിനും അതേപോലെ തന്നെ മറ്റുള്ള ഓൾട്ടർനേറ്റീവ് വഴിയൊക്കെ ആക്സസ് ചെയ്യാൻ പറ്റും. പക്ഷേ കറണ്ട് അസറ്റ് അല്ലെങ്കിൽ ഇൻവെൻട്രി മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് നമുക്ക് അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റില്ല, ലീസിന് എടുക്കാനൊന്നും പറ്റില്ല. സോ നോ വേ ഓഫ് അവോയ്ഡിങ് ദി ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഇൻവെൻട്രി ആൻഡ് റിസീവബിൾസ്. അപ്പം അവിടെയും നമ്മൾ പ്രോപ്പർ മാനേജ്മെൻറ്റ് തന്നെയാണ് മീൻ ചെയ്യുന്നത്. ദെൻ ദർ ഈസ് എ പോസിറ്റീവ് കോറിലേഷൻ ബിറ്റ്വീൻ ദി സെയിൽസ് ഓഫ് എ ഫേം ആൻഡ് ഇറ്റ്സ് കറണ്ട് അസറ്റ്. അപ്പം ഇവിടെ സെയിൽസും അതേപോലെ തന്നെ കറണ്ട് അസറ്റും തമ്മിലൊരു പോസിറ്റീവ് റിലേഷൻഷിപ്പാണ് വരുന്നത്. അപ്പോൾ കറണ്ട് അസറ്റ് കൂടുന്നു എന്നുള്ളത് എന്തുകൊണ്ട് വരുന്നതാണ്? സെയിൽസ് കൂടിയത് കൊണ്ടാണ്. സെയിൽസ് കൂടുമ്പോഴാണ് ക്യാഷ് കൂടുന്നത്. സോ ക്യാഷ് എന്ന് പറയുന്നത് എന്താണ്? കറണ്ട് അസറ്റാണ്. അപ്പോൾ അവിടെ സെയിൽസ് കൂടുതലാണെങ്കിൽ ക്യാഷും കൂടുതലായിരിക്കും. അപ്പം അവിടെയും പ്രോപ്പറായിട്ടുള്ള ഒരു അറ്റൻഷൻ പ്രൊവൈഡ് ചെയ്യണം എന്നാണ് പറയുന്നത്. ദെൻ നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് എസ്റ്റിമേഷൻ ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ് ആണ്. അപ്പോൾ ഒരു ഓർഗനൈസേഷന് എന്തുകൊണ്ടൊക്കെയാണ് വർക്കിംഗ് ക്യാപിറ്റൽ അത്യാവശ്യമാണെന്ന് പറയുന്നത് എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. സോ എങ്ങനെയാണ് ഇനി ഒരു ഫേമിൻ്റെ വർക്കിംഗ് ക്യാപിറ്റൽ നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നത്, അതാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് ദി ബ്ലഡ് ഓഫ് ദി ബിസിനസ്. ബിസിനസ്സിൻ്റെ ബ്ലഡാണ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. സോ ആഡിക്വേറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് എസെൻഷ്യൽ ഫോർ പ്രോപ്പർ ഫങ്ഷനിങ് ഓഫ് ദി എൻ്റർപ്രൈസ്. അപ്പോൾ ഒരു എൻ്റർപ്രൈസിൻ്റെ സ്മൂത്തായ ഫങ്ഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരുപാട് വർക്കിംഗ് ക്യാപിറ്റലും പാടില്ല, വർക്കിംഗ് ക്യാപിറ്റൽ കുറവും പാടില്ല. അതാണ് നമ്മൾ ഡേഞ്ചേഴ്സ് ഓഫ് ഇൻആഡിക്വേറ്റ് വർക്കിംഗ് ക്യാപിറ്റലും എക്സസ് വർക്കിംഗ് ക്യാപിറ്റലും പഠിച്ചത്. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും മിഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആഡിക്വേറ്റ് അല്ലെങ്കിൽ സഫിഷ്യൻറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ആയിരിക്കണം ഒരു ഫേമിന് ഉണ്ടായിരിക്കേണ്ടത്. ബോത്ത് ഷോർട്ടേജ് ആൻഡ് റിഡൻഡൻസി ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ആർ ഡേഞ്ചറസ് ഓഫ് ദി എൻ്റർപ്രൈസ്. അപ്പോൾ അവിടെ വർക്കിംഗ് ക്യാപിറ്റൽ കൂടുതലോ കുറവോ വന്നു കഴിഞ്ഞാൽ അതെന്താണ്? ഡേഞ്ചർ സിറ്റുവേഷൻ ആയിട്ടാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ വർക്കിംഗ് ക്യാപിറ്റൽ ആക്യുറേറ്റ് ആയിട്ട് എസ്റ്റിമേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് കമ്പൽസറിയാണ്. ദെർഫോർ ഇറ്റ് ഷുഡ് ബി എസ്റ്റിമേറ്റഡ് ആക്യുറേറ്റ്ലി. ബട്ട് ദി എസ്റ്റിമേഷൻ ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് നോട്ട് ആൻ ഈസി ജോബ്. പക്ഷെ നമുക്കൊരു വർക്കിംഗ് ക്യാപിറ്റൽ എത്രത്തോളം വേണ്ടി വരും ഇത് എസ്റ്റിമേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് എന്താണ്? ഡിഫിക്കൽറ്റിയാണ്. അപ്പം ഇവിടെ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സിനെ എഫക്റ്റ് ചെയ്യുന്ന ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. ഇനി അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ എ ലാർജ് നമ്പർ ഓഫ് ഫാക്ടേഴ്സ് വിൽ ഹാവ് ടു ബി കൺസിഡേർഡ് വൈൽ എസ്റ്റിമേറ്റിംഗ് ദി വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർഡ്. അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ് ഫിക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ഒരുപാട് ഫാക്ടേഴ്സിനെ കൺസിഡർ ചെയ്യണം. So in case of a manufacturing company, the following factors should be taken into consideration. അപ്പോൾ നമ്മളൊരു മാനുഫാക്ചറിങ് കൺസേൺസിൻ്റെ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ് ആണ് നോക്കുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ചില ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്യണം. അപ്പോൾ അവ ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. ടോട്ടൽ കോസ്റ്റ് ഇൻകേർഡ് ഓൺ മെറ്റീരിയൽ വേജസ് ആൻഡ് ഓവർ ഹെഡ്. പ്രൊഡക്ഷൻ കോസ്റ്റിനകത്ത് വരുന്ന മെറ്റീരിയൽ കോസ്റ്റ്, വേജസ്, ഓവർ ഹെഡ്സ് അതിൻ്റെ കോസ്റ്റ് എത്രയാണെന്നുള്ളത് നമ്മൾ നോക്കണം. സോ ടോട്ടൽ കോസ്റ്റ് ഇൻകേർഡ് ഓൺ മെറ്റീരിയൽ വേജസ് ആൻഡ് ഓവർ ഹെഡ്. നെക്സ്റ്റ് പറയുന്നത് ലെങ്ത്
ഓഫ് ടൈം ഫോർ വിച്ച് റോ മെറ്റീരിയൽസ് ആർ ടു റിമെയിൻ ഇൻ സ്റ്റോഴ്സ് ബിഫോർ ദേ ആർ ഇഷ്യൂഡ് ഫോർ പ്രൊഡക്ഷൻ. അപ്പോൾ അവിടെ റോ മെറ്റീരിയലിൻ്റെ സ്റ്റോക്ക് അത് വരുന്ന ലെങ്ത് എത്രയാണെന്നുള്ളത് നോക്കണം. ദെൻ ദി ലെങ്ത് ഓഫ് ദി പ്രൊഡക്ഷൻ സൈക്കിളിൻ്റെ ലെങ്ത്. ദെൻ ദി ലെങ്ത് ഓഫ് സെയിൽ സൈക്കിൾ ഡ്യൂറിങ് വിച്ച് ഫിനിഷ്ഡ് ഗുഡ്സ് ആർ ടു ബി കെപ്റ്റ് ഫോർ വെയിറ്റിംഗ് ഫോർ സെയിൽസ്. നെക്സ്റ്റ് ലെങ്ത് ഓഫ് സെയിലാണ്, അതായത് നമ്മൾ ഫിനിഷ്ഡ് ഗുഡ്സൊക്കെ സെറ്റാക്കി പക്ഷേ ആ ഫിനിഷ്ഡ് ഗുഡ്സ് സെല് ചെയ്യാൻ എടുക്കുന്ന ടൈം. നെക്സ്റ്റ് ദി ആവറേജ് പീരീഡ് ഓഫ് ക്രെഡിറ്റ് അലൗഡ് ടു കസ്റ്റമേഴ്സിന് അനുവദിക്കുന്ന ക്രെഡിറ്റ് പീരീഡ്, എത്ര ടൈം അവർക്ക് അലോ ചെയ്യുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് പറയുന്നത് ദി എമൗണ്ട് ഓഫ് ക്യാഷ് റിക്വയർഡ് ടു മീറ്റ് ദി ഡേ ടു ഡേ എക്സ്പെൻസ്, ഓർഗനൈസേഷൻ്റെ ഡേ ടു ഡേ എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എമൗണ്ട്. ദെൻ ദി ആവറേജ് എമൗണ്ട് ഓഫ് ക്യാഷ് റിക്വയർഡ് ടു മേക്ക് അഡ്വാൻസ് പേയ്മെൻറ്റുകൾ കണ്ടക്ട് ചെയ്യേണ്ടി വരുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ അഡ്വാൻസ് പേയ്മെൻറ്റ് നടത്തേണ്ട എമൗണ്ട് എത്രയാണെന്നുള്ളത് സെറ്റ് ചെയ്യാം. ദെൻ ടൈം ലാഗ് ഇൻ പേയ്മെൻറ്റ് ഓഫ് വേജസ് ആൻഡ് അതർ എക്സ്പെൻസസ്, വേജസ് കൊടുക്കുന്നതിലും മറ്റ് എക്സ്പെൻസുകൾ മീറ്റ് ചെയ്യുന്നതിലും വരുന്ന ടൈം ലാഗ്. അപ്പോൾ ചില ഓർഗനൈസേഷൻസ് എല്ലാ മാസവും 5-ാം തീയതി ആയിരിക്കും സാലറി കൊടുക്കുന്നത്, ചിലർ നെക്സ്റ്റ് മന്തിൻ്റെ ലാസ്റ്റ് ആയിട്ടായിരിക്കും സാലറി പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ടൈം ലാഗ്, സാലറി വേജസിൻ്റെ ടൈം ലാഗ് എത്രയാണെന്നുള്ളത് നോക്കണം. ദെൻ ദി ആവറേജ് പീരീഡ് ഓഫ് ക്രെഡിറ്റ് അലൗഡ് ബൈ സപ്ലയേഴ്സ് നമുക്ക് അനുവദിക്കുന്ന ടൈം പീരീഡ്, കടത്തിനാണ് ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്നത് അല്ലെങ്കിൽ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അവർക്ക് എത്ര പീരീഡ് കഴിഞ്ഞാണത് തിരിച്ചു കൊടുക്കേണ്ടത്, ആ ഒരു ടൈം ഗ്യാപ്പ് എത്രയാണെന്നുള്ളത് നോക്കണം. ദെൻ ലാസ്റ്റ് പറയുന്നത് എമൗണ്ട് ടു ബി പ്രൊവൈഡഡ് ഫോർ കണ്ടിജൻസീസ്, എന്തെങ്കിലും കണ്ടിജൻസീസ് ഒക്കെ അറിയുകയാണെങ്കിൽ അതിൽ എത്ര എമൗണ്ട് നമ്മൾ പേ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത്രയും ഫാക്ടേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, വർക്കിംഗ് ക്യാപിറ്റൽ എസ്റ്റിമേഷനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്തുകൊണ്ടാണ് നമ്മൾ വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ എസ്റ്റിമേഷൻ കണ്ടക്ട് ചെയ്യുന്നത്. സോ നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മെത്തേഡ്സ് ഓഫ് എസ്റ്റിമേറ്റിംഗ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ് ആണ്. വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സിന് എന്തൊക്കെ മെത്തേഡുകളാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ മെത്തേഡുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് വർക്കിംഗ് ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നെറ്റ് കറണ്ട് അസറ്റ് ഫോർകാസ്റ്റിംഗ് മെത്തേഡ്, ഓപ്പറേറ്റിംഗ് സൈക്കിൾ മെത്തേഡ്, പ്രൊജക്റ്റഡ് ബാലൻസ് ഷീറ്റ് മെത്തേഡ്, അഡ്ജസ്റ്റഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് മെത്തേഡ് ആൻഡ് ക്യാഷ് ഫ്ലോ ഫോർകാസ്റ്റ് മെത്തേഡ്. ഈ 5 മെത്തേഡുകളാണ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ആദ്യത്തെ 2 എണ്ണമാണ് മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഇതിനകത്ത് പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ആണ് ഓപ്പറേറ്റിംഗ് സൈക്കിള്, അതിൻ്റെ ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ, ദെൻ ഡിറ്റർമിനൻസ് അല്ലെങ്കിൽ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ്, ദെൻ വാട്ട് ഈസ് ഹാർഡ് കോർ വർക്കിംഗ് ക്യാപിറ്റൽ, ദെൻ വാട്ട് ഈസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ്, ദെൻ എസ്റ്റിമേഷൻ ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ഓർ ഡിറ്റർമിനൻസ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ എസ്റ്റിമേഷൻ, വർക്കിംഗ് ക്യാപിറ്റൽ എസ്റ്റിമേറ്റ് ചെയ്യുന്ന സമയത്ത് കൺസിഡർ ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, ദെൻ ഫൈനലി മെത്തേഡ്സ് ഓഫ് എസ്റ്റിമേറ്റിംഗ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ്, എങ്ങനെയാണ് നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.